ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നെയ്പ്പത്തിൻ്റെ റെസിപ്പി ആയാലോ. നമ്മൾ സാധാരണ അരിയൊക്കെ കുതിർത്തിട്ടുള്ള നെയ്പ്പത്തിൽ ഉണ്ടാക്കാം, അപ്പം മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് പകരം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്പ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അരി കുതിർക്കാതെ തന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ അരി കുതിർത്തതുപോലെ നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തേങ്ങയുടെ പകുതി, ഒരു മീഡിയം വലുപ്പത്തിലുള്ള തേങ്ങയുടെ പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു സവാള, ഈ ഒരു വലുപ്പത്തിലുള്ള മീഡിയം വലുപ്പത്തിൽ തന്നെയുള്ള ഒരു സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം വലിയ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പച്ചരി കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കാനേ പാടില്ല, ഇതെന്തായാലും നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രം നമുക്ക് നല്ല അരച്ച അരിയുടെ ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്, ഇതുപോലെ ചെറിയ ചെറിയ പീസ് ഉണ്ടാകുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കി വെള്ളം നമ്മൾ മാവ് പൊടി ഇട്ടതിന് ശേഷം മാത്രം ആവശ്യത്തിന് ഒഴിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏത് അരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് താല്പര്യമുള്ള ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു പാക്കറ്റ് 1 കിലോത്തിൻ്റെ പാക്കറ്റ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്, അതിൽ 3/4 പാത്രം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ വരും. ആ ഒരു സമയത്ത് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ നെയ്പ്പത്തിൻ്റെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കൈ കൊണ്ട് ഒരു ബോൾ പോലെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ മുറിഞ്ഞ് പോയി സൈഡ് മുറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഴയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷീറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ആയിരിക്കണം പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ നല്ല കട്ടി ഉണ്ടാകാൻ പാടില്ല, എന്നാൽ കട്ടി കുറഞ്ഞു പോകാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെയ്പ്പത്തിൽ നന്നായിട്ട് പൊങ്ങി കിട്ടില്ല, കട്ടി കൂടിക്കഴിഞ്ഞാൽ ഉള്ളു വേവയില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നല്ല ഫുൾ ഫ്ലെയിമിൽ എണ്ണ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ എണ്ണ കോരി ഒഴിച്ചെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. ഇനി ഈ പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ ഒരു സൈഡ് ഭാഗത്ത് കളറൊക്കെ മാറി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, ഒരുപാട് സമയമൊന്നും വേണ്ടിയില്ല. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നെയ്പ്പത്തിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി വന്ന് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചരി ഇട്ടുകൊണ്ട് തന്നെ ഇത് നല്ല അരച്ചെടുത്ത പോലെ തന്നെ നമുക്കുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതെണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.